ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബേക്കറി സ്റ്റൈൽ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമ്മൾ ഈ ഒരു ബണ്ണിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബണ്ണ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 250 ഗ്രാം മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. മൈദ മാവ് എന്ന് പറയുമ്പോൾ എലക്റ്റിൻ്റെ മൈദ മാവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡ് മിക്സറൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് 2.5 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് എടുക്കണം. അതിനുശേഷം ആ മാവിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില പൗഡർ ചേർത്ത് കൊടുക്കണം. ആ ഒരു പൗഡർ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബണ്ണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 30 ഗ്രാം അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 4 ടീസ്പൂൺ അളവിൽ വരും കേട്ടോ. ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് പാൽപ്പൊടിയും കൂടെ ഒക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് കടയിലൊക്കെ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ പാൽപ്പൊടി ഒന്നും ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് 150 ml വെള്ളമാണ് ഞാൻ എടുത്ത് അളന്ന് വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 250 ഗ്രാം മൈദയ്ക്ക് 150 മില്ലി വെള്ളം മതി കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് ആ ഒരു പഞ്ചസാര ഉപ്പ് എല്ലാം നല്ലതുപോലെ ഒന്ന് അലിയിച്ച ശേഷം നമുക്ക് ഈ വെള്ളം അത്രയും ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് മാർജറിനും കൂടെ ചേർക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും, നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വീതം വെള്ളം ചേർത്താണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. കാരണം നമുക്കൊരു 20 മിനിറ്റ് വരെ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കുഴയ്ക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ് വരെ നമ്മൾ ഈ ഒരു മാവ് കുഴയ്ക്കാൻ സമയം എടുക്കണം കേട്ടോ. അതിൽ കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ കുറയാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ വീടുകളിൽ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ നമ്മൾ ഹാൻഡ് ബീറ്ററിലൊക്കെ ഇതുപോലെയൊക്കെ എടുത്തിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹാൻഡ് ബീറ്ററൊക്കെ ഇല്ലാതാവും. നമുക്ക് സ്റ്റാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. മാവൊക്കെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ്. ആദ്യം നമുക്കൊരു 10 മിനിറ്റ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ കുക്കീസൊക്കെ തയ്യാറാക്കുന്ന ഒരു മാർജറിനാണ് എടുത്തിരിക്കുന്നത്. ബിസ്ക്രീമിൻ്റെ മാർജറിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അതൊരു 25 ഗ്രാം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 250 ഗ്രാം ഇതിനെടുത്തിരിക്കുന്നത് 25 ഗ്രാമാണ് മാർജറിന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ക്രീമൊക്കെ ഇതിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ ഒട്ടിപ്പിടിക്കുക. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് നല്ലതുപോലെ സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പിൽ നിന്നൊക്കെ ഈ മാവിൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലൊന്നും മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ വരുന്നത് വരെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഒരു 20 മിനിറ്റെങ്കിലും മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അതായത് ഇതിപ്പോൾ നല്ലതുപോലെ ആ കൗണ്ടർ ടോപ്പിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം മാറും കേട്ടോ. നമ്മൾ കുഴച്ചെടുക്കും തോറും ആ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ സോഫ്റ്റായി വരും തോറും ആ കൗണ്ടർ ടോപ്പിൽ നിന്നൊക്കെ മാവൊക്കെ ഒട്ടൽ മാറി നമ്മളെ കയ്യിലൊന്നും ഒട്ടാതെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ 2 കൈ ഉപയോഗിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പം ആ ഒരു കുഴയാണ് നമുക്ക് ഏറ്റവും നല്ല സോഫ്റ്റ് ബണ്ണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എത്ര പ്രാവശ്യം എത്ര നേരം കുഴയ്ക്കാം അത്രയും നല്ല രീതിയിൽ കുഴയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം 20 മിനിറ്റെങ്കിലും മാവ് കുഴച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത് സ്റ്റാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ അതിലിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് മിക്സറിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത്തിരി കൂടുതൽ തയ്യാറാക്കിയാലേ നമുക്കത് കുഴയ്ക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ ആണെങ്കിലും നമുക്ക് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സ്റ്റാൻഡ് മിക്സർ ഒന്നുമില്ല, നമുക്കിത്തിരി ഒരു 5 കിലോ ഒക്കെ കുഴച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പം ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഒന്നും അതിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല, നമ്മളെ കയ്യിലും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കണം. കാരണം നമുക്ക് ആ ഒരു 10 മിനിറ്റ് ഈ ഒരു മാവ് ഒന്ന് ലെവൽ ചെയ്ത് വെക്കണം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ആ ഒരു മാവ് മാറ്റിയ ശേഷം നമ്മൾ കുഴച്ചടിച്ചിരിക്കുന്ന മാവ് മാറ്റിയിട്ട് കുറച്ച് നമുക്ക് മൈദ മാവ് ഒന്ന് തൂറ്റി കൊടുക്കണം. ആ കൗണ്ടർ ടോപ്പിൽ തൂറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് അതിനെ ഒന്ന് നമുക്ക് ഇതായിട്ട് ലെവൽ ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം നമുക്കിതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അളന്നാണ് കട്ട് ചെയ്യുന്നത്. ഒരു 80 വെയിറ്റ് വരുന്ന ആ രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നിങ്ങൾ ഇത് നമുക്ക് അളക്കുന്ന ആ ഒരു മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത് 80 തൂക്കമൊക്കെ വരുന്ന അളവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മാവൊക്കെ ഒന്ന് എടുത്ത ശേഷം നമ്മളൊന്ന് പരത്തി കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഒന്ന് ഇതുപോലെ ഇട്ട് കൈ കൊണ്ട് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ വച്ച ശേഷം നമുക്കതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നമുക്കൊന്ന് കൈ കൊണ്ട് നമ്മളതിനെ ലെവൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് പതുക്കെ ഒന്ന് ഉരുട്ടി എല്ലാ ഭാഗവും ഒരുപോലെ ആവണം. നമ്മളത് ഒരുപോലെ ആയി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ അടിഭാഗമൊക്കെ നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബണ്ണ് തയ്യാറാക്കുമ്പോൾ നല്ലതായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അടിഭാഗം നമ്മൾ കറക്റ്റ് അത് ഉരുട്ടിയെടുത്തില്ലെങ്കിൽ നമുക്ക് ആ അടിഭാഗമൊക്കെ വെടിച്ചു പോകും. നമ്മൾ ബണ്ണ് വെന്ത് വരുമ്പോൾ വെടിച്ചു പോകും. അപ്പോൾ നിങ്ങൾ കുറേ പ്രാവശ്യം അതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഉരുട്ടിയ ശേഷം നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ആദ്യം നമ്മൾ ഉരുട്ടിയെടുത്തത് കൊണ്ടാണ് നല്ലതുപോലെ പൊങ്ങി വന്നത്. അതിനുശേഷം ഒരു 20 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വയ്ക്കണം. അതിനുശേഷമാണ് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി ചൂടിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് വച്ച് കൊടുത്ത് ഒരു 25-30 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആ ഒരു ചൂടോടെ തന്നെയാണ് ഞാൻ ഇവിടെ ഒന്ന് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കാണാനും നല്ല ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ വീഡിയോ ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാവർക്കും സമ്മാനങ്ങളും അതുപോലെ തന്നെ നല്ല വീഡിയോസുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോലെ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം നമ്മൾ തയ്യാറാക്കുമ്പോൾ കണ്ടോ, നമ്മൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ഞാൻ നമ്മൾ ഉരുട്ടിയെടുത്തപ്പം അതിൻ്റെ ആ ഒരു സൈഡ് ശരിയായി കിട്ടിയില്ല. ഇത് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ കണ്ട എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അടിഭാഗം വെടിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട ആ ഒരു ഉരുട്ടുമ്പോൾ നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബേക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കേക്കിനെ കുറിച്ചും നമ്മളെ ബേക്കിങ്ങിനെ കുറിച്ചൊക്കെ മാത്രം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേൾക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ സംശയങ്ങൾക്ക് മാറാൻ വേണ്ടിയാണ് ഞാൻ അത് കൊടുത്തത്. പിന്നെ ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് കേക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് അച്ചാറുകൾ അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ.